അപ്പം രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള സ്കൂളിലോട്ട് നടന്ന് പോവുമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വോട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 10 വരെ പഠിച്ച സ്കൂളിലാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ലിസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അമ്മ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുക. എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ സ്ഥലം. അവിടുന്ന് ബസ്സിൽ ഞങ്ങളുടെ സ്റ്റാൻഡിൽ വന്നിട്ട്, സ്റ്റാൻഡിലൊന്നും ഒറ്റ ബസ്സില്ല പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കിട്ടിയൊരു ബസ്സിൽ കയറിയിരുന്നപ്പോൾ ഈ ഒരു കാഴ്ച. അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാൻ വെച്ചു. ഇവിടത്തേക്ക് ബസ്സിൽ ഇതൊക്കെ സാധാരണമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അമ്മ വീടിൻ്റെ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി അവിടുത്തെ അടുത്തുള്ള സ്കൂളിൽ എല്ലാവരും വോട്ടിൻ്റെ ധൃതിയില്ല, എല്ലാവരും വോട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഒരു ഫ്രൂട്ടിയും മഞ്ചും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എന്നിട്ട് അമ്മയുടെ അങ്കിളിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഇത് മിക്കവർക്കുള്ള ശീലമായിരിക്കും, ഈ ഫ്രൂട്ടി കുടിച്ചിട്ട് അതിൻ്റെ ഇത് ഇങ്ങനെ ചവിട്ടി പൊട്ടിക്കാൻ. പക്ഷെ ഞാനിന്ന് 3 തവണ പൊട്ടിക്കാൻ നോക്കിയിട്ടും 3 തവണയും പൊട്ടിയില്ല, ചീറ്റിപ്പോരാ. പിന്നെ ഞാൻ അത് തട്ടിക്കളഞ്ഞിട്ട് നേരെ നടന്നങ്ങ് പോയി. ഇതൊരു CBSE സ്കൂളാണ്. ഇവിടെയാണ് എൻ്റെ അങ്കിളിൻ്റെ മോള് പഠിക്കുന്നത്. അപ്പോൾ അവിടെ വന്നപ്പം ഒരു കുഞ്ഞ് പൂച്ചക്കുഞ്ഞ്. അപ്പം അതിനെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് ഇതിനകത്ത് കയറി കുറച്ച് നേരം സംസാരിച്ച്. അപ്പോൾ അതേ കഴിഞ്ഞ് കുറച്ച് നേരം ഇവൻ്റെ കൂടെ ഫുട്ബോളൊക്കെ കളിച്ച്. ഇതിൻ്റെ അനിയനാണ്, അതായത് അങ്കിളിൻ്റെ മോനാണ്. അപ്പം അങ്കിളിനൊരു മോളും കൂടെ ഉണ്ട്. പുള്ളിക്കാരത്തി ട്യൂഷന് പോയേക്കുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര പോസ്റ്റാണ്. അപ്പോൾ ഇവൻ്റെ കൂടെ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാനും അമ്മയും കൂടെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് കേട്ടു. അപ്പോൾ വോട്ടിൻ്റെ ഇടയായതുകൊണ്ട് ബസ്സൊന്നും ഇല്ല. പിന്നെ കിട്ടിയ ബസ്സിന് കയറി ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ബസ്സൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് അതും കിട്ടിയ ബസ്സിന് തന്നെ കയറി സീറ്റ് പോലും ഇല്ലായിരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിന് ടാറ്റയൊക്കെ പറഞ്ഞു വിട്ടിട്ട് അടുത്തുള്ളൊരു പലചരക്കടയിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് വീട്ടിലോട്ട് അങ്ങ് പോയി. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.